പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന രേണുസുതി കിച്ചുവിനെ പറ്റി, രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചുവിനെ പറ്റി, അദ്ദേഹം രേണുസുതി എല്ലാവർക്കും അറിയാം. രേണുസുതിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഇപ്പോൾ രേണുസുതിയുടെ ചാനൽ വഴി പുറത്തു വിടുകയുണ്ടായി. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് രേണുസുതിയും പുള്ളിയുടെ മകനുമായ കിച്ചുവിൻ്റെ 2ാം അമ്മയാണെന്നുള്ള കാര്യം ഈ വീഡിയോയിലൂടെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. കുറേ പേർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവില്ല. എങ്കിൽ പോലും രേണുസുതി എന്ന് പറയുന്നത് 2ാം ഭാര്യ, ഈ സുധിയുടെ 2ാം ഭാര്യയാണ് രേണു എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ ഇതിൻ്റെ കൊച്ചിൻ്റെ 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഈ കൊച്ചിനെ ഇട്ടേച്ച് പോയത്, ചെറുപ്പത്തിലേ കൊച്ചിനെ ഇട്ടേച്ച് പോയതാണ് നമുക്ക് കാണാം. വളരെ എന്നാ പറയട്ടെ, സങ്കടത്തോടു കൂടി കിച്ചു സ്ക്രീൻഷോട്ട് അടക്കം തെളിവടക്കം കാണിച്ചുകൊണ്ടാണ് അമ്മയും താനും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് പറയുന്നത്. നോക്കി, ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ട് തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 കാരണം ഈ വയ്യാത്ത അവസ്ഥയിൽ ആ പയ്യൻ കിച്ചുവിനെ പറ്റി ഇങ്ങനെ പറയാനുണ്ടായ കാരണം കിച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ പുള്ളി ഈ വീഡിയോ ഇട്ടേക്കുന്നത് ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ പൂർണ്ണ അനുമതിയോട് കൂടിയാണ്. അത് നമുക്ക് നോക്കാം, അത് നല്ല നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞ് മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ്. മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സംഭവം ഓൺ ചെയ്തെന്ന് പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ്. ആ വരുമാന മാർഗം യൂട്യൂബിലെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആളുകൾക്ക് സെപ്പറേറ്റായിട്ട് വിഷ്വലുകളും അതുപോലെ തന്നെ ലൈവ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും അറിയാതെയെങ്കിലും. ലൈവൊക്കെ ഇങ്ങനെ മാറ്റി പോകുമ്പോൾ ഓരോരുത്തരും കാണിക്കുന്ന കോപ്രായങ്ങളും സെക്സ്പരമായിട്ടുള്ള മറ്റ് വികൃതമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേഷവിധാനത്തോടു കൂടി ആളുകളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടും അതുവഴി ഒരുപാട് തുക സൂപ്പർ ചാറ്റും അങ്ങനെയുള്ള സംഭവം വഴി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന വളരെ വൃത്തികെട്ട പരിപാടി ചെയ്യുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് കാണാം. അതുപോലത്തെ പരിപാടി തുടങ്ങിയത് കിച്ചുവിൻ്റെ സമ്മതത്തോടെയാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. പക്ഷേ രേണുസുതി പറയുന്നതിൻ്റെ ഇപ്പോൾ വന്ന് അവൻ പറയുകയാണ്, മോൻ പറയുകയാണ്, കിച്ചുസുതി പറയുകയാണ്, രാഹുൽ ദാസ് എന്നാണ് അതിനകത്ത് പറയുന്നത്. ഒറിജിനൽ പേര് രാഹുൽ ദാസ് പറയുകയാണ്, ഞാൻ അമ്മയുമായിട്ട് ഉള്ള എല്ലാ ബന്ധവും നിർത്തി, അമ്മയുമായിട്ട് ഉടക്കിയ ഒരു സ്ക്രീൻഷോട്ടാണ് എടുത്ത് കാണിക്കുന്നത്. ആ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കാണിക്കാം. അമ്മയുമായിട്ട് ഞാൻ പിണങ്ങി എന്ന് പറയുന്നതിനുള്ള സ്ക്രീൻഷോട്ടാണ് ഈ താഴെ ഞാൻ കാണിക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് അവൻ പുറത്തുവിട്ടു. അതേ ഡീറ്റെയിൽസും രേണുവും പുറത്തുവിട്ടു. സംഭവം നിങ്ങൾക്ക് കത്തിക്കാണും. കുറേ കാലം ദുബായിലും അല്ലെങ്കിൽ നാട്ടിലും ഉദ്ഘാടനങ്ങളും പരിപാടികളും ഒക്കെ ചെയ്തു. ഈ ദുബായിൽ മെയിനായിട്ട് ഇവർ ചെയ്തേക്കുന്ന വിഷ്വൽസ് ഇവർ തന്നെ പുറത്തു വിട്ടതാണ്. അപ്പോൾ മറ്റുള്ളവരല്ല പുറത്തു വിട്ടേക്കുന്നത്. ഇവരുടെ ചാനൽ വഴി ദുബായിൽ ഇവൾ എന്താണ് ചെയ്തു തരുന്നതും ഇത് ഒരു പിള്ളേർക്ക് പോലും കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ ഇതൊക്കെ കാണുന്ന കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ കിച്ചു ചോദിച്ച ചോദ്യം എനിക്ക് കേൾക്കാനുള്ളൂ. ഋതപ്പൻ എന്ന് പറയുന്ന ഇവരുടെ കൊച്ചുണ്ട്, ഇവരുടെ ഒറിജിനൽ അല്ലെങ്കിൽ ഇവരുടെ കുട്ടി ഋതപ്പൻ. ആ ഋതപ്പൻ ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ കുട്ടി ആ ക്ലാസ്സിൽ പോകുമ്പോൾ ആ ക്ലാസ്സിലുള്ള കുട്ടികൾ വരെ അമ്മയുടെ ഈ വിഷ്വൽസ് കണ്ടിട്ട് ഇവനെ കളിയാക്കുകയും ആ കളിയാക്കൽ മൂലം അവൻ്റെ പഠിത്തം വരെ നിന്നു പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. കുട്ടികളിലെ മുതിർന്ന കുട്ടി എന്ന് പറയുന്നത് ഈ പയ്യനാണ്. അവന് വരെ ബോധമുണ്ട്.
അവൻ പറയുന്നത് കണ്ടില്ലേ, രാഹുൽ ദാസ് പറയുന്നത് കണ്ടില്ലേ, എന്ത് വൃത്തികേടാണ്, ഞാൻ പറഞ്ഞതാണിത് നിർത്താൻ, ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ വൃത്തികെട്ട രീതിയിലൂടെ പൈസ ഉണ്ടാക്കരുത്, ഈ വൃത്തികെട്ടിലൂടെ പൈസ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്നിവൻ വ്യക്തമായിട്ട് ഇവൻ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. പക്ഷേ അതുപോലും കേൾക്കാതെ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു മാസം 2.5 ലക്ഷം രൂപ വരുമാനം പുള്ളിക്കാരി നേടിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരി കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. കാരണം ഓരോ ഉദ്ഘാടനത്തിന് പോകുന്നതും ഗൾഫിൽ പോകുന്നതും ഒക്കെ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ പോകുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ മാർഗത്തിലൂടെ ഒരു പൈസ ഉണ്ടാക്കിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഇവൻ പറഞ്ഞത് വന്നത് ഇതാണ്, സബ്സ്ക്രിപ്ഷനിലൂടെ ഒരുപാട് പേര് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ പണമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മക്കളും കൊച്ചുമക്കളും അല്ലെങ്കിൽ വീട്ടിലുള്ളവരും ഭർത്താക്കന്മാരും അല്ലെങ്കിൽ ആ ഫാമിലി തന്നെ അഫക്റ്റ് ചെയ്യുകയാണ്. ആ കുട്ടിയെ മാത്രമല്ല, ഈ മുതിർന്ന കുട്ടിയെ കിച്ചുവിനെ അഫക്റ്റ് ചെയ്യും, ആ കുടുംബത്തെ അഫക്റ്റ് ചെയ്യും, ആ കുടുംബം മൊത്തം കോഞ്ഞാട്ടിയാവും. അവരറിയപ്പെടുന്നത് മുഴുവൻ ഇപ്പോൾ ഈ പെണ്ണിൻ്റെ പേരും പറഞ്ഞുകൊണ്ടായിരിക്കും. കാരണം അത്ര മ്ലേച്ഛമായ രീതിയിലുള്ള വേഷവിധാനങ്ങളും അത്ര രീതിയിലുള്ളത് സ്വന്തം അക്കൗണ്ടിലൂടെയും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും റീച്ച് കൂട്ടാൻ വേണ്ടി, ആളുകളെ പിടിച്ചിരുത്താൻ വേണ്ടി ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത്. രേണുസുതി എന്ന് പറയുന്ന വ്യക്തി തന്നെ പറയുകയാണ്, ഒരു മാസം 2.5 ലക്ഷം രൂപയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്, പെൺകുട്ടികൾ ഇമാതിരി വൃത്തികേട് കാണിച്ച് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ വരുമാനം കോടാനുകോടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത്രയും വൃത്തികെട്ട രീതിയിലാണ് റേണു വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഒരു എന്നാ പറയേണ്ട ഒരവസ്ഥയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. രേണുവിന് ക്യാൻസറാണെന്ന് രേണു പറയുകയുണ്ടായി. രേണു ആശുപത്രിയിൽ പോയി ഈ കീമോ തെറാപ്പിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴാണ് ഈ വിവാദങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇത് വിവാദമല്ല, മനഃപൂർവ്വം വരുത്തി വെച്ചതാണ്. അത് ആ കൊച്ചിൻ്റെ തലയിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ കിച്ചു സുധി എന്ന് പറയുന്ന കൊച്ചിൻ്റെ തലയിലേക്ക് രേണു എത്ര തീ കോരിയിട്ടിട്ടും കാര്യമില്ല. ഈ തീയുടെ അടിസ്ഥാന കാര്യം, തീ കത്തണമെങ്കിൽ ഒരു ആർക്കിങ് ഉണ്ടാവണം അല്ലേ, ഒരു സ്പാർക്ക് ഉണ്ടാവണം. ഈ സ്പാർക്ക് മുഴുവനും ഉണ്ടായത് രേണുവാണ്. രേണു ഇമാതിരി പരിപാടി ചെയ്തുകൊണ്ടാണല്ലോ ലോകം മുഴുവൻ ഇത് കണ്ടത്. ഇത് മാർക്കറ്റ് ചെയ്ത് രേണു തന്നെയാണ്. ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഇത് മാർക്കറ്റ് ചെയ്തത്. അപ്പോൾ അവർ തമ്മിൽ അവിടെ തെറ്റുകയുണ്ടായി. കാരണം ഇങ്ങനെ ചെയ്യുന്നത് ഒരു പ്രായപൂർത്തിയായ ഒരു പയ്യൻ, ആ പയ്യൻ്റെ കൂട്ടുകാർ അവരുടെ ഫോണിലും ഒക്കെ ഇത് കാണുകയാണ്. ഒരു അമ്മ, രണ്ടാനമ്മ ഇത്രയും വ്യവസ്ഥയായ വേഷത്തോടെയൊക്കെ ആടുകയും പാടുകയും ചെയ്യുന്നത്, ലൈവ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥ വളരെ വലുത്. അതുകൊണ്ടാണ് കിച്ചു പറഞ്ഞത്, ഇത് നിർത്തിക്കോളൂ, ഇത് ചെയ്യുന്നത് നല്ലതല്ല, ഈ പൈസ നമുക്ക് ആവശ്യമല്ല, ഇങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. അതൊന്നും കേൾക്കാൻ പോലും പുള്ളിക്കാരി മനസ്സ് കാണിച്ചില്ല. ഇപ്പോൾ വന്നിട്ട് ന്യായീകരണമായിട്ട് വന്നിരിക്കുക. ഇപ്പോഴൊരു രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ അവർ വന്ന് പറയുന്നതൊക്കെ ഒരു ന്യായീകരണം. ഇനി വരണ്ടാന്ന് പോലും അവർ പറഞ്ഞു. എനിക്കിനി അവനെ കാണണ്ട, ഇനി ഒരു ബന്ധം അവർ തമ്മിലില്ല എന്ന്. ഈ ബന്ധവും അവർ തമ്മിലില്ല എന്ന് പറയേണ്ട ഒരു വലിയ ആവശ്യമുണ്ടോ? കിച്ചു ഇതിനകത്ത് ഒരുപാട് നിരപരാധിയാണ്. ഒരുപാടല്ല, നിരപരാധി തന്നെയാണ്. കാരണം ഈ വിവാദങ്ങളൊക്കെ സ്വന്തം കയ്യിൽ നിന്നുണ്ടായ പിഴവാണ് അല്ലേ. അവനവൻ കാണിച്ചു കൂട്ടിയത് വേറെ മറ്റേ നെല്ലിക്കയുടെ കഥ പറയുന്ന പോലെ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ കയ്പും മധുരമൊക്കെ ഇപ്പോഴാണ് അനുഭവിക്കുന്നത് പിള്ളേർക്ക്. ഇപ്പം പറയുന്ന ഋതപ്പനെ എങ്ങനെയെങ്കിലും ഞാൻ പഠിപ്പിക്കുക, എങ്ങനെയെങ്കിലും ഞാൻ നോക്കും, ഋതപ്പനെ ഓർത്തെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് ആ ഋതപ്പൻ്റെയൊക്കെ ഓർമ്മ വന്നത്. ഋതപ്പൻ എന്ന് പറഞ്ഞ സ്വന്തം കുട്ടി, ആ സ്വന്തം കുട്ടിയൊക്കെ ഇപ്പോഴാണ് ഓർമ്മ വന്നത് രേണുവിന്. ഇപ്പം ഇത്രയും കാലം എവിടെയായിരുന്നു എനിക്ക് ചോദിക്കാമെന്നറിയാം. ഇത്രയും കാലം രേണു എന്ത് ചിന്തിച്ചുകൊണ്ടായിരുന്നത്? അപ്പോൾ ഈ രേണുവിൻ്റെ മിസ്റ്റേക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ രേണു തയ്യാറല്ല. എപ്പോഴും പറയുന്നത് ഇവൻ്റെ കാര്യമാണ്, അത് ഈ കിച്ചുവിൻ്റെ കാര്യമാണ്. കിച്ചു വലിയ തെറ്റുകാരനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഈ സ്ക്രീൻഷോട്ട് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് കിച്ചു അവൻ്റെ സത്യാവസ്ഥമായിട്ടുള്ള കാര്യം അവൻ പറഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ് അമ്മയെ കാണാൻ പോകാതിരുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം, പിണക്കം എന്താണ്, ഇവയെ വ്യക്തമായിട്ടാണ് അവൻ ആ സ്ക്രീൻഷോട്ടിലൂടെയും വീഡിയോയിലൂടെയും ചെയ്തേക്കുന്നത്. ഇത് കണ്ടിട്ട് കുരു പൊട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ രേണുവിന് എത്രയും പെട്ടെന്ന് രോഗങ്ങളൊക്കെ മാറി എന്ന് പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. അമ്മ എത്രയും പെട്ടെന്ന് ഓക്കെ ആയി വരട്ടെ, അമ്മയുടെ രോഗങ്ങളൊക്കെ പോട്ടെ എന്ന് അത്രയും ഒരു സ്നേഹം അവൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അത് നമ്മളതിനകത്ത് കാണണം. അപ്പോൾ രേണുവിന് എത്രയും പെട്ടെന്ന് സുഖം വരട്ടെ. ഓക്കെ, രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും പ്രാർത്ഥിക്കുക. നമ്മളാരും നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അവർ നശിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. അതിൻ്റെ നല്ല വശങ്ങളും പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും മാത്രമേ ഇതിനകത്ത് വിവരിക്കുന്നുള്ളൂ.
ആരും നശിച്ച് കാണണമെന്ന് ആരും പോകണമെന്നോ നശിക്കണമെന്നൊന്നും നമുക്ക് ആഗ്രഹമില്ല. മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.